ഡൽഹി ജാന്തർ മന്ദറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ചിട്ട് നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില യൂണിവേഴ്സിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. സ്പൈഡർമാന്, സൂപ്പർമാന്, ബാറ്റ്മാന്, ഡിനോസർ, പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗാന്ധിയുടെ എത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് നാളിതുവരെയായിട്ട് ഒരു എക്സാം പേപ്പർ പോലും സൂക്ഷിക്കാൻ അറിയാത്ത ആൾക്കാർ ഇതുവരെ തുറന്നിട്ടില്ല. ഇപ്പോഴും ഇതിന്റെ സീരിയസ്നെസ് അറിയാത്ത ആൾക്കാരാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ പാർട്ടിയുടെ ഒരു പ്രശ്നമല്ല, ഇത് നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. തുടർച്ചയായിട്ട് 3 വർഷമായിട്ടാണ് എക്സാം പേപ്പർ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമിന് വേണ്ടി വർഷങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നല്ല രീതിക്ക് എക്സാം എഴുതി വീട്ടിലെത്തിയപ്പം ആ എക്സാം റദ്ദാക്കി എന്ന് പറയുമ്പോൾ വിഷമമുണ്ടല്ലോ. ആ വിഷമം സഹിക്കാൻ പറ്റാണ്ട് 20ഓളം സ്റ്റുഡൻസ് ആണ് സൂയിസൈഡ് ചെയ്തത്. ഇനി ഒരു സ്റ്റുഡൻസ് പോലും ആ ഒരു സാഹചര്യത്തിൽ എത്താൻ പാടില്ല. നമ്മുടെ ഈ സിസ്റ്റം മാറണം. പിന്നെ ഒരു കാര്യം, ജലപീരങ്കിയും ലാത്തി ചാർജും ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിച്ച് പേടിപ്പിച്ച് ഓടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വിജയം കാണാണ്ട് ഒരു പടി പുറകോട്ടോ ഇല്ല. കാരണം ഇത് ഏറ്റെടുത്തിരിക്കുന്ന യൂത്താണ്. ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ. കാരണം ഇന്ത്യ ഒരുത്തിൻ്റെയും